വിശുദ്ധ ബൈബിളിലൂടെ യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി കൊള്ളുവേൻ. പ്രിയരെ, സുവിശേഷം നാം സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നു. അത് നാം ഘോഷിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സൈന്യമായിത്തീരുന്നു. പിന്നിട്ട 4 നൂറ്റാണ്ടായി യേശുക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയും ദൈവകൽപ്പനയായ സ്നാനം എന്ന സത്യവും ഇന്ത്യയുടെ ഓരോ സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളിലും ലോകരാജ്യങ്ങളിലും പ്രഘോഷിച്ചതിൻ്റെ ഫലമായി 10,000-കണക്കിന് വ്യക്തികൾ യേശുക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയുടെ അനുഭവത്തിലും തിരുവചന സത്യങ്ങളുടെ അറിവിനാലും ബോധ്യത്തിനാലും 1000-കണക്കിന് വ്യക്തികൾ സ്നാനത്തിലേക്കും നയിക്കപ്പെട്ടു. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾക്കും അവസരങ്ങൾക്കും എല്ലാ മഹത്വവും സഭയുടെ നാഥനായ ക്രിസ്തു യേശുവിന്. യേശുക്രിസ്തുവിനോട് ഏകീഭവിക്കുന്നതിൻ്റെ ബാഹ്യ അടയാളമാണ് സ്നാനം. ക്രിസ്തുവിനോട് ചേരുന്ന സ്നാനത്തിലൂടെ ഒരു വിശ്വാസി തൻ്റെ പഴയ ആളത്തം മരിച്ച് പുതിയ ആളത്തം സ്വീകരിച്ച് പുതിയ സൃഷ്ടിയായി മാറി എന്ന് വെളിപ്പെടുത്തുന്നു. സ്നാനത്തിൽ ക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിൽ ഏകീഭവിക്കുന്നു. സ്നാനത്തിലൂടെ ക്രിസ്തുവിനെ ധരിക്കുകയും ക്രിസ്തുവിൻ്റെ കൽപ്പന അനുസരിക്കുകയും ചെയ്യുന്നു. ക്രിസ്തു യേശുവിലുള്ള രക്ഷയെ ഏറ്റുപറഞ്ഞതിന് ശേഷമാണ് സ്നാനം സ്വീകരിക്കേണ്ടത്. കേൾക്കുക, വിശ്വസിക്കുക, സ്നാനപ്പെടുക എന്നതാണ് പുതിയ നിയമ മാതൃക. വിശുദ്ധ ബൈബിൾ പറയുന്നു, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായിത്തീർന്ന സ്നാനത്താൽ അവനോടുകൂടി കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചു എങ്കിൽ അവനോടുകൂടി ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്നു നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിൽ ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുവിൽ ദൈവത്തിൽ ജീവിക്കുന്നവർ എന്നും എണ്ണുവിൻ. പ്രിയരെ, ഈ ലോകജീവിതം താൽക്കാലികമാണ്. യേശുക്രിസ്തുവിലുള്ള സൗജന്യ രക്ഷയും അനുഗ്രഹങ്ങളും പ്രാപിച്ച് ദൈവകൽപ്പനയായ സ്നാനം സ്വീകരിക്കുന്നതിന് ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചും അതിനുവേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു.